ഒരു നഷ്ടപരിഹാരത്തിൻ്റെ കൂടെ കാര്യം പറയാം. എന്താണ് ജീവനൊന്നും ഒരു വിലയില്ല. നഷ്ടപരിഹാരം കൊടുത്തത് 21.31 ലക്ഷം രൂപയാണ്. 24 വയസ്സുകാരൻ 24 വയസ്സുള്ള ഒരു യുവാവ് ബൈക്കിൽ പോയപ്പോൾ ഈ തെരുവ് നായ ചാടിയിട്ട് ആക്സിഡൻ്റായിട്ട് മരിച്ചു. എന്ന് വെച്ചാൽ വയ്യാതെ കിടന്നു മരിച്ചു. അപ്പം ഇപ്പോൾ ഇത്രയും ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി ഉത്തരവിടുക. സർക്കാരും ആ റോഡിൻ്റെ പണിക്കാരോ മറ്റോ ആരൊക്കെയോ ചേർന്നിട്ടാണത് കൊടുക്കണമെന്ന് തീരുമാനം വന്നിരിക്കുന്നത്. കാരണം ഇത് പത്രത്തിൽ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇതാണ് വലിയൊരു ന്യൂസായിട്ട് വരുന്നത്. കാരണം ഇഷ്ടംപോലെ പട്ടികളാണ്. അപ്പോൾ ഇതുങ്ങളെ നിയന്ത്രിക്കാനും ഷെൽട്ടർ ഹോമിലാക്കാനും ഒക്കെ ഉള്ള ഒരുപാട് അതിനൊക്കെ വേണ്ടിയിട്ട് കോടികൾ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ആരും വിനിയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. കറക്റ്റാണ്. നമ്മളിപ്പം ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം ബജറ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെത് കേരളത്തിൻ്റെത് വലിയ സംഭവമായിട്ട് എന്തെല്ലാം കോലാഹലങ്ങളാണെന്നറിയോ. ചോർത്താതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബജറ്റ് അവതരണം മണിക്കൂറുകൾ. ഈ ബജറ്റ് വലിയ എന്നിട്ട് അന്നത്തെ ദിവസം ടി വിയിലും വലിയ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടേയിരിക്കും. അതിനിത്ര കോടി ഇതിനിത്ര കോടി മറ്റേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വെറും പുച്ഛം മാത്രമാണ് തോന്നുന്നത്. കാരണം ഈ എഴുതി വെച്ചിരിക്കുന്ന ഒന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല മുഴുവനായിട്ട്. ഇപ്പം MLAയ്ക്കായാലും MP-ക്കായാലും ഇവർക്ക് ഇത്ര കോടി രൂപയൊക്കെ ഇങ്ങനെ ഫണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ ശരിയായിട്ട് വിവരാവകാശം മുഖേന നമ്മൾ ഇവരുടെ ഈ കണക്കും കാര്യങ്ങളും ചോദിച്ചാൽ മിക്കവരും ഇത് യഥാവിധത്തിൽ ഉപയോഗിക്കാതെ വെറുതെ പാഴായി പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇവർക്ക് കൊടുത്തിട്ടും ഇവരെന്തുകൊണ്ട് ചിലവാക്കുന്നില്ല? യഥാർത്ഥത്തിൽ ഇവർക്കിത് കിട്ടുന്നുണ്ടോ? ഇത് ചിലവാക്കിയില്ലെങ്കിൽ ഈ തുക എന്തിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു? ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പം ഈ തെരുവ് നായ്ക്കളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് എത്രയോ കോടി 42 എത്രയാണ് ഓർക്കുന്നില്ല, അത്രയും കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് എത്ര രൂപ ചിലവാക്കി എന്ത് ചെയ്തു? കാരണം ഇവിടെ ഓരോ ദിവസവും കഴിഞ്ഞ ദിവസം തീരെ കൊച്ചൊരു കുഞ്ഞ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അമ്മയുടെ ഫോട്ടോ സഹിതമുണ്ട്. കുഞ്ഞിനെ അടക്കാനായിട്ട് പോകുമ്പം അമ്മ നോക്കി വേദനയോടുകൂടി നിൽക്കുന്നത്. കാരണം ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെയാണ് തൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. ഇനി ഒരിക്കലും അവൾ തൻ്റെ അരികിലില്ല അല്ലേ? എന്നും തന്നോടൊപ്പം കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ തനിക്ക് ഉമ്മ തരുന്ന അല്ലേ, താൻ ചോറും ആഹാരമൊക്കെ വാരി കൊടുക്കുന്ന, താൻ കുളിപ്പിച്ചൊരുക്കി സുന്ദരിയായിട്ട് സ്കൂളിലേക്കോ പഠിക്കാനോ ഒക്കെ ഇവിടുന്ന് തൻ്റെ മകൾ ഇനി മുതലില്ല. ഇനി അവളെ ഒന്ന് കാണാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അമ്മയുടെ വേദന എത്ര വലുതായിരിക്കുമെന്ന് അമ്മമാരായിട്ടുള്ള എല്ലാവർക്കും അത് മനസ്സിലാകും. അതേപോലെ തന്നെ അച്ഛൻ അല്ലേ, അച്ഛൻ്റെ അമ്മയുടെ എത്ര നാളത്തെ കാത്തിരിപ്പിൻ്റെ ഫലമാണ് ഒരു കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടുക എന്ന് പറയുന്നത്. ഇപ്പോൾ ആ കുഞ്ഞിന് മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു അസുഖം വന്ന് എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾക്കൊന്നും വിചാരിക്കാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ നമുക്ക് കുറേയെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു തെരുവ് നായയ്ക്ക് പിച്ച് ചീന്തി ഇല്ലാണ്ടാക്കാനായിട്ട് ഒരു ജീവൻ, ഒരു കുഞ്ഞു ജീവൻ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും നികൃഷ്ടമായ ഒരു കാര്യമായിട്ടാണ്. ഈ ദിവസം ഇതൊക്കെ കണ്ടിട്ട് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥരൊന്നും ഇതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല? ഇതിപ്പോൾ തുടങ്ങിയ പ്രശ്നമല്ല, വർഷങ്ങളായി. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വരുമ്പോൾ കുറേ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാട്ടിക്കൂട്ടും, പിന്നെയും പഴയ പോലെ അല്ലേ? അതായത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിലേക്ക് കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അന്ന് തൊട്ടേ പറയാം, നമ്മുടെ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് വശത്തും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഭരണഘടനയുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ? നമുക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇന്ന് എങ്ങനെയാണ് നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോകുന്നത്? ഈ തെരുവ് നായ്ക്കളെ പേടിച്ച് സഞ്ചരിക്കാൻ ഭയമാണ്. ബൈക്കിൽ പോകാൻ പറ്റുമോ? ബൈക്കിൽ പോയാൽ ഇതുങ്ങൾ പുറകെ വരികയാണ്. മനസ്സൊന്ന് പാളിയാൽ തീർച്ചയായിട്ടും ബൈക്ക് തെന്നി താഴെ വീഴും.
പിന്നെ കടിച്ചു കീറുമെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അതുപോലെ തന്നെ കാറിൽ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, കാറിലൊക്കെ പോകുമ്പോഴത്തേക്കും കാറിൻ്റെ പുറകെ ഇങ്ങനെ പട്ടികൾ പോകുന്നത് ഇല്ലേ. പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് തുനിയുമ്പോൾ കുറേ മൃഗസ്നേഹികൾ എവിടെ നിന്നില്ലാതെ ഇങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ട് വരും. എവിടെ നിന്നറിയത്തില്ല. അങ്ങനെ ചെയ്യില്ലേ, ഇങ്ങനെ ചെയ്യില്ലേ, മറ്റേത് ചെയ്യില്ലേ, മറിച്ചത് ചെയ്യില്ലേ. ഇപ്പം ഈ കുഞ്ഞ് മരിച്ചതിൻ്റെ പേരിൽ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടിട്ടുണ്ട്. എന്ത് കാര്യം, എന്ത് ചെയ്യും? ഇതൊക്കെ വെറും ഒരു പ്രഹസനം പോലാണ്. ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പല സമയത്തും ഇതുപോലുള്ള മനുഷ്യത്വത്തെ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങൾ വരുമ്പോഴും ഇതുപോലുള്ള കമ്മീഷനുകളൊക്കെ ഇടപെടാറുണ്ട്. പത്രത്തിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ അവരെക്കുറിച്ചൊക്കെ പറഞ്ഞൊക്കെ വരും. പിന്നീട് ഇതെന്ത് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഞാനൊരു ന്യൂസും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഹൈക്കോടതി ഉത്തരവിട്ടു, അല്ലെങ്കിൽ സുപ്രീം കോടതി ഉത്തരവിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കോടതിയുടെ ഉത്തരവിനൊക്കെ എത്ര പേര് മൂല്യം കൊടുക്കുന്നുണ്ട്? കോടതി പറയുന്ന പോലെ എത്ര ഉദ്യോഗസ്ഥർ കേൾക്കുന്നുണ്ട്? എന്തെല്ലാം കാര്യങ്ങൾ കോടതി പറയാം. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ദിവസം അങ്ങനെ ഇരിക്കും, പിന്നെ അങ്ങനെ തന്നെ. സത്യത്തിൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ കാര്യം ഞാൻ പറയണം. കേരളത്തിന് വെളിയിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ആരാണ് ഭരിക്കുന്നത്? ആരുടെ ഇഷ്ടത്തിനാണ് ഭരണം നടക്കുന്നത്? ആരുടെ ഇഷ്ടത്തിനാണ്? എന്തിനാണ് ഈ കോടതി? ഈ കോടതിയിൽ എത്ര പേര് ശിക്ഷിക്കുന്നു? എത്ര പേര് സ്വതന്ത്രമായിട്ട് നടക്കുന്നു? തെറ്റ് ചെയ്തവർ എത്രയോ പേര് വെളിയിൽ സുഖമായിട്ട് ജീവിച്ചു പോകുന്നു. തെറ്റ് ചെയ്യാത്ത എത്രയോ പേര് അകത്ത് കിടന്ന് നരയിക്കുന്നുണ്ട്. ഒരുപാടുണ്ട്. കോടതിയുടെ ഉത്തരവിന് പുല്ലുവില പോലും പലപ്പോഴും കൽപ്പിക്കാത്തവരാണ്. പറയുമ്പോൾ അല്ലെങ്കിൽ കോടതിയിലേക്ക് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര താഴ്മയായിട്ട് തൊഴുതു വണങ്ങിയൊക്കെ നിൽക്കും. പക്ഷേ ഇതൊക്കെ വെറും പ്രഹസനം മാത്രമാണ്. ഓരോ പ്രാവശ്യവും ഇങ്ങനെയൊക്കെ ഉള്ള ഉത്തരവുകളും മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെടുമ്പോഴും ആ ഇടപെടലുകൾ യഥാവിധത്തിൽ അനുസരിക്കുവാൻ ഓരോ ഉദ്യോഗസ്ഥരും ശ്രമിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവില്ല. ഇതിനു മുമ്പും തെരുവ് നായ്ക്കൾ ഇതുപോലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തും വേണ്ടി വീഡിയോ തന്നെ യൂട്യൂബ് തുറന്നാൽ കാണാൻ പറ്റും. ഇതൊക്കെ വലിയ തെളിവാണ്. എല്ലാവരും പറയും കോടതിക്ക് തെളിവാണ് വേണ്ടത്, തെളിവുണ്ടെങ്കിലേ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരാളെ ഇത്രയധികം കടിച്ചു കീറി അപ്പം അതിൻ്റെ പേരിൽ നായ്ക്കൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ആ കുഞ്ഞിനെ അങ്ങനെ കൊന്നുകളഞ്ഞില്ലേ, എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ അതേണ്ട പിന്നെ നായ ഇതുപോലെ തന്നെ കുറേ ആളുകളെ ഓടിച്ചിട്ട് കടിച്ച് ലാസ്റ്റ് അത് ചത്തുപോയി. അപ്പോൾ എന്താ, അതിന് പേ ഉണ്ടായിരുന്നു. ആ കടിച്ചവരുടെയൊക്കെ അവസ്ഥ എന്താണ് അല്ലേ? പക്ഷേ ഇപ്പോഴെന്താണ്, പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലതൊക്കെ ഭയങ്കരമായിട്ടും റിയാക്ഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ചില ഡോക്ടേഴ്സിനൊക്കെ പേടിയാണ്. അങ്ങനെ റിയാക്ഷൻ ഉണ്ടായാൽ അവരെ വേണ്ട വിധത്തിൽ നോക്കാനും മാത്രമുള്ള സൗകര്യങ്ങൾ മിക്ക ഹോസ്പിറ്റലിലും ഇല്ല. ഇതെല്ലാം ഇഷ്ടം പോലെ കാര്യങ്ങളാണ് പത്രത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. എന്താണ് ഇവിടെ, എന്തിനാണ് ഇങ്ങനെ ഒരു ഗവൺമെൻറ്റും, ഞാൻ ഒരു പാർട്ടിയും കുറ്റം പറയുന്നില്ല, ഏത് പാർട്ടി വന്നാലും ഇതൊക്കെ എല്ലായിടവും ഉണ്ട്. എന്തുകൊണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ പറ്റുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, പുതിയ തലമുറകൾ, നിങ്ങൾക്കൊരു പാർട്ടി ഇല്ലാതെ കാര്യങ്ങൾ ചെയ്ത് ഈ നാടിനെ രക്ഷിക്കാൻ പറ്റുമോ? അതെങ്ങനെ പറ്റും? ഞാൻ തന്നെ ഉത്തരം പറയാം. എല്ലാവരും ലഹരിയുടെ പുറകെയല്ലേ. അവരെ ഉന്മാദാവസ്ഥയിൽ ഇങ്ങനെ നടക്കുന്നു. ഇവിടെ എന്ത് നടക്കുന്നതെന്ന് പോലും പലർക്കും അറിയില്ല. ഇവിടുത്തെ മുഖ്യമന്ത്രി ആരാന്നും അറിയില്ല, ഏത് പാർട്ടിയാണ് ഭരിക്കുന്നതെന്നും അറിയാതെ ഏതോ ഉന്മാദാവസ്ഥയിൽ നിൽക്കുന്ന കുറേ യുവത്വമാണ് കൂടുതൽ. നിങ്ങളൊക്കെ ഇനിയുള്ള തലമുറകളൊക്കെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെയാകുമെന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും നഷ്ടപ്പെട്ട ആളുകൾ മാത്രം ഇങ്ങനെ എന്നും ദുഃഖത്തോടുകൂടി ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇതൊന്നുമില്ലാതെ
5ഉം 6ഉം വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി യാത്ര ചെയ്യുന്നവർക്ക് ഒന്നുമേ അറിയണ്ട, ഒന്നുമേ കാണണ്ട, ഒന്നുമേ കേൾക്കണ്ട. അവരുടെ ജീവിതവും അവരുടെ കുടുംബവും എപ്പോഴും ഭദ്രമായിരിക്കും. ശരിയല്ലേ? പ്രതികരിക്കൂ, എല്ലാവരും പ്രതികരിക്കൂ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലോ, അല്ലേ? നമ്മൾക്ക് വേണ്ടി, അല്ലേ, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ നമ്മൾ സാധാരണക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളുടേത് മാത്രമാണ്, അല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാറിൽ മാത്രം സഞ്ചരിക്കുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് ബസ് സ്റ്റോപ്പിൽ പോയി ബസ് കയറി വീണ്ടും നടന്ന് തൊഴിൽ ചെയ്ത് തിരികെ സന്ധ്യയ്ക്ക് വീണ്ടും നടന്ന് വീട്ടിലേക്ക് അന്നത്തേക്കുള്ള വരുമാനവുമായി വരുന്ന അവരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത്, അല്ലേ? അച്ഛനും അമ്മയും കാറിൽ കൊണ്ടുപോയി കുട്ടികളെ പഠിക്കാനാക്കുന്നിടത്ത് ഇത്ര പ്രശ്നമുണ്ടോ? ഇല്ല. കുട്ടികൾ അടുത്ത് എല്ലാവരും കൂടെ ഒന്നിച്ച് നടന്ന് സ്കൂളിലേക്ക് പോകുന്നവർക്കാണെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വഴിയിൽ നിന്ന് നേരിടേണ്ടി വരും. അതൊക്കെ സാധാരണക്കാരാണല്ലേ. നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ പ്രശ്നം നമുക്ക് മാത്രമേ അറിയുള്ളൂ, മറ്റുള്ളവർക്കത് അറിയുകയില്ല. അതുകൊണ്ട് അവരതിന് ഒരു വിലയും കൽപ്പിക്കില്ല. പിന്നെ ഇങ്ങനെ മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പ്രവർത്തകരിങ്ങനെ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അതിനെതിരായിട്ട് മൃഗസ്നേഹികൾ വരുന്നു. മൃഗസ്നേഹവും എല്ലാം നല്ലതാണ്. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ മൃഗങ്ങളെയെല്ലാം കൂടെ പിടിച്ച് ഏതെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി അടച്ചിടുക, അല്ലെങ്കിൽ അവർ ഷെൽട്ടർ ഹോം ഉണ്ടാക്കി അവിടെ താമസിപ്പിക്കൂ. അങ്ങനെ ചെയ്യൂ. അല്ലാതെ ഇങ്ങനെ തുറന്നു വിട്ടുകൊണ്ട് എന്തിനാണ് മറ്റുള്ളവരുടെ സ്വസ്ഥത നശിപ്പിക്കുന്നത്? ഭാവിയുടെ തലമുറകളാകേണ്ട, ഭാവിയുടെ ഒരു ഏറ്റവും വലിയൊരു കരുത്തായി മാറേണ്ട, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ താങ്ങായി മാറേണ്ട കുഞ്ഞുങ്ങളുടെ ചെറിയ ബാല്യത്തിൽ തന്നെ ആ പൂവുകളെ, അല്ലേ, ആ ചെറിയ മുട്ടെന്ന് പറയാം, അതിനെ നുള്ളിക്കളയല്ല. അതൊന്ന് വിടർന്ന്, അല്ലേ, ആ ഒരു ഭംഗിയോടുകൂടി ഒന്ന് ശോഭിച്ച് നിൽക്കുന്നത് കാണാനുള്ള ആഗ്രഹം ആർക്കാണില്ലാത്തത്? അതിനെ ചെറുതിലെ ആ മുട്ടായി വരുന്ന പ്രായത്തിലെ അതിനെ നുള്ളി ഇല്ലാതാക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. ആർക്കും ആരോട് കുറ്റമില്ല, കുറ്റം പറയുന്നുമില്ല. പക്ഷേ ചെയ്യേണ്ടതൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എത്ര നല്ലതായിട്ട് എല്ലാവർക്കും ജീവിക്കാം, അല്ലേ? ശരിയല്ലേ?